ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ നമഃ. ഓം വിഷ്ണുവായ കുട്ടിച്ചാത്തായ നമഃ. വിഷ്ണുവായ കുട്ടിച്ചാത്തനെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണങ്ങളും വിശേഷണമുള്ളൊരു ദേവനാണ് വിഷ്ണുവായ കുട്ടിച്ചാത്തൻ. അപ്പോൾ വിഷ്ണുവായ കുട്ടിച്ചാത്തനെ പറ്റി പറയുവാനുണ്ടെങ്കിൽ ഒട്ടനവധി ചരിത്രങ്ങളുണ്ട്. ഊളിവാകയുടെയും ശിവൻ്റെയും പുത്രനായിട്ടുള്ള വിഷ്ണുവായ കുട്ടിച്ചാത്തൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദേവനാണ്. അപ്പോൾ ഒരു കൊച്ചു കുട്ടി എന്ന് വിഷ്ണുവായോട് പറയുകയാണ്, അല്ലയോ വിഷ്ണുവായ കുട്ടിച്ചാത്ത, എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ പഠനവും എൻ്റെ ജീവിതവും എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം എനിക്ക് നേടിത്തരണമെന്ന് പറഞ്ഞാൽ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ ആ സമയത്ത് തന്നെ നേടിത്തരും. വിഷ്ണുമായ എന്ന് പറയുമ്പോൾ ഒരു അനുഗ്രഹവും ഒരു ഐശ്വര്യവുമുള്ളൊരു ദേവനാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഭക്തിമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നത്? എന്തിനാണ് നമ്മൾ ഭക്തിയിലേക്ക് പോകുന്നത്? ഭക്തി എന്ന് പറയുന്ന ആ മാർഗം നമ്മൾ എന്തിനു വേണ്ടിയാണോ എടുക്കുന്നത് ആ മാർഗം നമുക്ക് ഐശ്വര്യമായിരിക്കും. ഇപ്പോൾ ഏത് ദേവനാണെങ്കിൽ പോലും, ശിവനാണെങ്കിലോ വിഷ്ണുവാണെങ്കിലോ ഏത് മുരുകനാണെങ്കിലോ ഏത് ദേവനെ നമ്മൾ പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഐശ്വര്യം നമുക്കുണ്ടാകും. ഇപ്പോൾ ഈശ്വരാധീനം എന്ന് പറയുന്ന ഒരു മാർഗത്തെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കും. വിഷ്ണുമായ കുട്ടിച്ചാത്തനെ പറ്റി തന്നെ നമുക്ക് പറയാം. ഊളിവാകയുടെ പുത്രനാകിയ വിഷ്ണുമായ, ആര് വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ഉപാസിച്ചാലും ആര് പ്രാർത്ഥിച്ചാലും മനമുരുകി നമ്മൾ വിളിച്ച വിഷ്ണുമായ വരും. അതാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ. എല്ലാവർക്കും വിഷ്ണുമായ അനുഗ്രഹം ഉണ്ടാകട്ടെ.